ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമ്മാവനും ഹരിയും സംസാരിക്കുകയാണ്. അമ്മാവൻ ചില തമാശകളൊക്കെ ഹരിയോട് പറയുന്നുണ്ട്. ഹരിക്കാണെങ്കിൽ എന്തോ ഒരു കാര്യം അമ്മാവനോടും പറയാനുണ്ട്. എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു കൊണ്ട് നിൽക്കുകയാണ് അമ്മാവൻ. ഹരി പറയുന്നു, എന്നാ പറ, എന്താ വാങ്ങിക്കേണ്ടത്, എനിക്കോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു. അല്ല, അത് നിത്യയ്ക്കാണ് എന്ന് ഒരു ചമ്മലോടെയും പരിങ്ങളോടെയും ഹരി പറയുന്നു. ഞാനിപ്പോ നിത്യയോട് സംസാരിക്കായിരുന്നു എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നു, കല്യാണക്കാരിയാണോ എന്ന്. ഓ അല്ലെന്നേ, എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടിയിട്ട് അയാൾക്ക് എന്താ വാങ്ങിച്ചു തരുന്നെന്ന് അയാൾ എന്നോട് ചോദിച്ചു. എന്ത് കൊടുക്കാനെന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നീ അത് കേൾക്കില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അല്ലെന്ന്. എന്നാ പിന്നെ അമ്മാവൻ പറയേ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അതായത് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പറയട്ടോ, അവൾക്കൊരു ജീവിതം കൊടുക്ക്. ഹരി പറയുന്നു, ഞാൻ പുറത്ത് കടയിൽ പോയി വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഇതിപ്പോ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ ജീവിതം? ഇത് കേട്ട അമ്മാവൻ പറയുന്നു, അത് പറ്റില്ല. എന്നാ പിന്നെ നീ തന്നെ തീരുമാനിക്കുക, എന്താണ് നീ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന്. ചോദിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ഹരി. എടാ, നീ ഒരു മോതിരം വാങ്ങിച്ച് അവളുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്ക്, അതാകുമ്പോഴേ എന്ന അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ്, അത് കുളമാക്കി അടങ്ങുമോ? എന്നാ പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. ഇനി നീ അവളെ ഇഷ്ടമല്ലെന്ന് വല്ലതും പറയോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അങ്ങനെയൊന്നും ഞാൻ പറയില്ല, എന്നാലും നിനക്കങ്ങോട്ട് സമ്മതിക്കാൻ വയ്യല്ലേ. ഇതൊരുമാതിരി. ഇത് കേട്ട് ഹരി പറയുന്നു, എന്തൊരുമാതിരി? ഞാൻ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിത്യയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാം, എന്നോടൊത്ത് ജീവിക്കാം, പക്ഷേ അത് നിത്യ തന്നെ എന്നോട് പറയണം. അതൊരു പെൺകുട്ടിയല്ലേടാ, പെൺകുട്ടിക്ക് ഒരു ശൈലി ഉണ്ടാകില്ലേ? നീ ഇങ്ങനെ വാശി കാണിക്കാതെ. ഇനിയിപ്പോൾ അവൾക്ക് പകരം ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, ദേ ഒരുമാതിരി. അമ്മാവ, അവളുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ട്, അത് തിരിച്ചറിയണോ എനിക്ക്. അയാൾ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മാവ എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ് ഹരി. അമ്മാവൻ അത് നൊന്തു. അമ്മാവൻ്റെ മരുമോളായിട്ട് അവൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, ഓഹോ, പക്ഷേ എൻ്റെ കൈ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഹരി അവിടെ നിന്നും എഴുന്നേക്കുന്നു, ഒരു പുഞ്ചിരിയോടെ തന്നെ. അഴുക്ക ചെറുക്കൻ എന്ന് അമ്മാവൻ ഹരിയെ നോക്കി പറയുന്നുണ്ട്. ഹരി അമ്മാവനോട് പറയുന്നു, എന്ന് കരുതിയിട്ട് ഇപ്പോഴേ പോയി നിത്യയ്ക്ക് ക്ലാസ് എടുക്കാനിരിക്കണ്ട, എന്നാ പിന്നെ ഞാനത് അറിയുവേ. ഇത്രയും പറഞ്ഞ് ഹരി മുറിയിലേക്ക് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹരി അമ്മാവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മാവൻ ഇങ്ങനെ പിറുപിറുക്കുന്നു, ഇവനെന്താ വല്ല ചാത്തൻ സേവയങ്ങളുണ്ടോ, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പോഴേ അവനത് കണ്ടുപിടിക്കും. പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചേ പറ്റൂ. ശേഷം കാണിക്കുന്നത് രഘു പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുജാത രഘുവിനൊരു ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട്. നിത്യമോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സദാനന്ദേട്ടന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ ഷോക്കിൽ നിന്ന് അവൾ പുറത്തു വരുമോ എന്ന്. പക്ഷേ ഹരിക്ക് ഈ അവാർഡ് കിട്ടിയതോടെ അവൾ വേറെ ഒരാളെ പോലെയാണ്. രഘു പറയുന്നു, അതെ, പണ്ട് നമ്മൾ കണ്ടിരുന്ന നിത്യമോളില്ലേ, അവളെ തിരിച്ചു കിട്ടിയത് പോലെയുണ്ട്. ഇപ്പോൾ ഏതു നേരവും അവളുടെ മുഖത്ത് ആ ചിരിയുണ്ട്. സുജാത പറയുന്നു, കുറച്ചു മുന്നേ അടുക്കളയിൽ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു. പണ്ട് അവൾ സംസാരിക്കില്ലേ, അതേപോലെ തന്നെ. ഈ സമയത്ത് ശരവണൻ ആഹാ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. അമ്മ, ഒരു കാര്യമുണ്ട്. ഹരിസാറിൻ്റെ ഫംഗ്ഷന് പോകുമ്പോൾ ഏത് കളർ ഷർട്ടാണ് ഇടുന്നതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് ഏതിടണമെന്ന കൺഫ്യൂഷനിലിരിക്കുമ്പോൾ നിത്യാമ്മ വന്നിട്ട് പറയുന്നു, ഇത് മതി ശരവണ, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു വിഷയം ഫസ്റ്റ് ടൈമാണ്. ഹരിസാർ എന്ന് വെച്ചാൽ അവർക്ക് ഉയിരാണ്, ജീവനാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനർത്ഥം. ഇതൊക്കെ കണ്ടിട്ട് രഘു പറയുന്നു, സുജാത, ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടാൽ അവർ പരസ്പരം നന്നായി സ്നേഹിക്കുന്നുണ്ട്, അവർ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരെ തോന്നും. പക്ഷേ എന്നിട്ടും രണ്ടുപേരോടും നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ. ഹരി അവന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിത്യ. സുജാത പറയുന്നു, നമ്മൾ ചോദിക്കണ്ട രഘുവേട്ടാൻ, എൻ്റെ മനസ്സിലെന്തോ ഒരു പ്രതീക്ഷയുണ്ട്, സമയമായി എന്നൊരു തോന്നൽ. അവളുടെ മുഖത്ത് എപ്പോഴും ആ ചിരി മായാതിരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം അവളെ ഹരിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങനെയായാൽ മതിയായിരുന്നു എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വീണ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹരിക്ക് അവാർഡും കൂടി കിട്ടുന്നതിന്റെ പേരിലാണ് വീണയ്ക്ക് ഇത്രമാത്രം ഒരു ടെൻഷൻ. വീണ ഒരാളെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും പടം നടക്കുന്നുണ്ടോ തൻ്റെ കൺട്രോളിൽ? ഞാനിപ്പോൾ അല്പം പ്രോബ്ലത്തിലാണ്, വലിയ വേഷം വേണമെന്നില്ല എന്നൊക്കെ വീണ. മനസ്സിലായി മേഡം, പക്ഷേ എൻ്റെ മുന്നിൽ ഇപ്പോൾ പടം സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പ്രൊഡ്യൂസറിനോട് ചോദിച്ചു നോക്കാമെന്ന് പറയുന്നു. അന്വേഷിച്ചിട്ട് ഒന്ന് പറയണേ, ശരിക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്നൊക്കെ വീണ. അതെ മേഡം, പണം കിട്ടുന്ന മറ്റൊരു ഏർപ്പാടുണ്ട്, സിനിമയല്ല, ഇനാഗുറേഷനുള്ളതുമാണോ എന്ന് വീണ ചോദിക്കുന്നു. ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു സെലിബ്രിറ്റി ആങ്കർ വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്.
മാം ആകുമ്പോൾ രണ്ടും ഓക്കെയാണ്. ഇരിക്കട്ടെ. വീണ പറയുന്നു, ആങ്കറിങ്ങൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ അത് വേണോ വിശാൽ? ഞാൻ നിർബന്ധിക്കുന്നില്ല മേഡം. വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനൊരു ചോയ്സാണ് ഓർമ്മ വന്നത്. അല്ല, ഏതാണ് ഫംഗ്ഷൻ എന്ന് വീണ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനാണ്, ഒരു കവിതയ്ക്ക് കിട്ടിയ അവാർഡ്. കവിതയോ എന്ന് വീണ ചോദിക്കുന്നു. ഏതോ ഒരു ഹരി എന്ന പേരുള്ള ഒരു കവിക്ക് ചെറുശ്ശേരി അവാർഡ് കിട്ടിയിരിക്കുന്നു. ഇത് കേട്ട് വീണയൊന്ന് ഞെട്ടി. അതിൻ്റെ അവാർഡ് സമർപ്പണമാണ്. പഠിക്കാനൊന്നുമില്ല, എല്ലാം അവരെഴുതി തരും. വേണ്ടടോ, അത് ശരിയാവില്ല. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്തിനു വേണമെങ്കിലും താൻ എന്നെ വിളിച്ചോ എന്ന് വീണ പറയുമ്പോൾ അയാൾ പറയുന്നു, ഇത് മേഡത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഈ പ്രോഗ്രാം എനിക്ക് വേണ്ടെന്ന് വീണ പറയുന്നു. പിന്നെ ഇനിയിപ്പോൾ അവാർഡ് ഫംഗ്ഷനെ കെട്ടിയൊരുങ്ങി പോയിട്ട് വേണം അവനെക്കുറിച്ച് നല്ല വാക്ക് ഞാൻ പറയാൻ. വീണയുടെ പ്രശംസ കേൾക്കണമെങ്കിൽ അവൻ ഇനി വേറൊരു ജന്മം കൂടി ജനിക്കണം എന്നൊക്കെ വീണ മനസ്സിൽ വിചാരിക്കുന്നു. തുടർന്ന് ഹരിയെ കാണിക്കുന്നുണ്ട്. ഹരി ഇപ്പോൾ ഒരു സമ്മാനവുമായി നിൽക്കുകയാണ്. ഹരിയെ ശരവണൻ കാണുന്നു. ഹരി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഹരി സാർ എന്ന് പറഞ്ഞ് ശരവണൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എന്താ സാർ? എത്രയോ നേരം കൊണ്ട് വിളിക്കുകയാണ് എന്നൊക്കെ ശരവണൻ പറയുമ്പോൾ ഹരി പറയുന്നു, ഞാൻ കേട്ടില്ല ശരവണ. ഇതെന്താണെന്ന് ചോദിക്കുന്നു. ഇതൊരു പ്രസന്റ് ആണെന്ന് ഹരി. ഇത് ആർക്കാണ് സാർ എന്നൊക്കെ ഇങ്ങനെ ശരവണൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, ഇത് എനിക്ക് അവാർഡ് കിട്ടാൻ കാരണക്കാരിയായ ഒരാൾക്കാണ്. നിത്യാമ്മയ്ക്കാണോ എന്ന് ശരവണൻ. അതെ എന്ന് ഹരി. സൂപ്പർ, കൊടുക്ക് സാർ, ധാരാളമാ കൊടുക്ക്. നിങ്ങല്ലാതെ വേറെ ആരാണ് അവർക്ക് പ്രസന്റ് വാങ്ങിച്ചു കൊടുക്കാൻ? സാർ, ഒരു വിഷയം അറിയാമോ? ഇനി എന്തോതിനാ നിങ്ങൾ രണ്ട് വീട്ടിലായി താമസിക്കുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? നിത്യമ്മയ്ക്ക് ഒരുപാട് ചേഞ്ചായി എന്ന് ശരവണൻ പറയുമ്പോൾ ഹരി പറയുന്നു, നിത്യയുടെ ചേഞ്ചൊന്നും എനിക്ക് അറിയില്ല ശരവണ. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ജീവിതത്തിൽ ഒരു പെണ്ണും എൻ്റെ മനസ്സിലില്ല, അതിനി വരത്തുമില്ല. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും ഒക്കെ നിത്യയുടെ ഇഷ്ടമാണ്. ഞാൻ അതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ശരവണൻ പറയുന്നു, സാർ, എൻ്റെ ദൈവം സത്യമാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ചേരും. നിങ്ങൾ ഈ സമ്മാനം കൊടുക്കുമ്പോൾ നിത്യ മേഡം നിങ്ങളെ നോക്കി ചിരിക്കും. അത് നിങ്ങൾ മൗനമായി നോക്കിക്കോ. അപ്പോൾ മനസ്സിലാവും നിത്യാമ്മയുടെ സ്നേഹം എനിക്ക് ശരവണൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരി പറയുന്നു, ശരവണൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ കൊള്ളാലോ, കൊടുത്തു നോക്ക്, അപ്പോൾ മനസ്സിലാകും. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും എന്നൊക്കെ ശരവണൻ കയറിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ശരവണനും കാറിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് വീണയെ കാണിക്കുന്നു. ഡോറ് മുട്ടുകയാണ് കുറേ നേരമായിട്ട്. അങ്ങനെ വീണ പോയി ഡോറ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. മേഡം മുറിയെടുത്തപ്പോൾ മേഡം പറഞ്ഞത് അഡ്വാൻസ് 2 മണിക്കൂറിനുള്ളിൽ തരാമെന്നാണ്. ഇപ്പോൾ ദിവസങ്ങളായി. വീണ പറയുന്നുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ, എൻ്റെ പണം ഒരിടത്ത് ബ്ലോക്കായി കിടക്കുകയാണ്. അതൊന്ന് റിലീസായി കിട്ടുവാണെങ്കിൽ. അതൊന്ന് പറഞ്ഞാൽ മുതലാളി കേൾക്കില്ല. കുറച്ച് മുന്നേ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. അഡ്വാൻസ് തന്നില്ലെങ്കിൽ ഇറക്കി വിടാനാ പറഞ്ഞത്. ഇത് കേട്ട് വീണ പറയുന്നു, ഇറക്കി വിടാനോ? ഞാനൊരു സെലിബ്രിറ്റിയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാണ്. മുതലാളി എപ്പോഴാണ് വന്ന് കയറുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. എന്ത് ഞാൻ പറയണമെന്ന് പറയുമ്പോൾ വീണ പറയുന്നു, 2 ദിവസം കഴിയട്ടെ എന്ന്. അയാൾ വീണ്ടും പറയുന്നു, അതൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മാറും. മേഡം എന്തെങ്കിലും ജോലി നോക്കണം. മുതലാളിയുടെ നമ്പർ തരാൻ പറയുന്നു. നിങ്ങൾക്ക് നമ്പർ തന്നു എന്നറിഞ്ഞാൽ അത് മതി എന്നെ പിരിച്ചുവിടാൻ. മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർക്കും നമ്പർ കൊടുക്കരുതെന്ന്. എന്നെ ഇതിന്ന് രക്ഷിക്കണം മേഡം എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. വേറെ നിവർത്തിയില്ലാതെ നിൽക്കുകയാണ് വീണ. തുടർന്ന് ഹരിയെ കാണിക്കുന്നുണ്ട്. ഹരി ആ സമ്മാനവുമായി നിത്യയുടെ അരികിലേക്ക് വരുന്നു. അപ്പോൾ സുജാതയെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഹരി ആ സമ്മാനം പിറകിൽ മറച്ചു പിടിക്കുന്നു. നിത്യയില്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് സുജാത. ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നു. എന്തിനാ ഹരി അതിങ്ങനെ അനുവാദം ചോദിക്കുന്നത്? അകത്ത് കയറി വിളിച്ചൂടെ? അല്ല, അത് ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു പരിങ്ങളോടെ ഹരി നിൽക്കുമ്പോൾ രഘു പറയുന്നുണ്ട്. രഘു വന്നിട്ട് പറയുന്നു, അല്ല ഹരിയോ? ഒന്നുമില്ല രഘുവേട്ടാ, ഹരി നിത്യയെ കാണാൻ വന്നതാ. എന്നിട്ട് അകത്ത് കയറാൻ എൻ്റെ അനുവാദം ചോദിച്ചു നിൽക്കുകയാണ്. എടോ കവി, തോന്നിവാസം കാണിക്കരുത്. താൻ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നേ എന്ന് രഘു. അല്ല, അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഹരി ഒരു പരിങ്ങളോടെ നിൽക്കുകയും പിറകിൽ ഒരു സാധനം ഒളിപ്പിക്കുന്നത് കാണുകയും ചെയ്യുന്നുണ്ട് രഘു. എന്താണെന്ന് ചോദിക്കുന്നു. അല്ല, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇരിക്കേട്ട് രഘു പറയുന്നു, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു പൊതി കൊണ്ടുവരാൻ തനിക്ക് എന്താ കച്ചവടം വല്ലതും ഉണ്ടോ? ഞാനിത് നിത്യയ്ക്ക് വാങ്ങിച്ചതാണെന്ന് ഹരി. അത് എന്ത് പണിയാ ഹരി? നിത്യയ്ക്ക് ഇങ്ങനെ ഹരി ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇത് കേൾക്കുമ്പോൾ ഹരി പെട്ടെന്നങ്ങ് എന്തോ പോലെ ഒരു വല്ലായ്മയാവുന്നുണ്ട്. ഞങ്ങളിത് അനുവദിച്ച് തരുമെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ? ഹരി പറയുന്നു, സോറി ഞാൻ വിചാരിച്ചില്ല, ഞാൻ അങ്ങ് പോയേക്കാം. അങ്ങനെ ഹരി പോകാൻ തുടങ്ങുമ്പോൾ സുജാത പറയുന്നു, അതെ അവിടെ നിന്നേ. പൊതുവെ കവികളുടെ മനസ്സ് ദുർബലമാണെന്നൊരു പറച്ചിലുണ്ട്. അത് ഒറ്റയടിക്ക് തെളിയിച്ച് കളഞ്ഞല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ മോനെ. ഇപ്പോഴാണ് ഹരി ഒരു സമാധാനത്തോടെ നിൽക്കുന്നത്. സുജാതയോട് പറയുന്നുണ്ട് നിത്യയെ വിളിക്കാൻ. കവിയും ആരാധികയും നേരിട്ടായിക്കോട്ടെ. സുജാത നിത്യയെ വിളിക്കുന്നുണ്ട്. ഇവരുടെ മുന്നിലായതുകൊണ്ട് തന്നെ ഒരു ചമ്മലോടെ ഹരി നിൽക്കുന്നു. നിത്യ വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഹരിയുടെ മുഖത്തെ ആ ഒരു നാണം സുജാത രഘുവിനെ കാട്ടിക്കൊടുക്കുന്നു.
നിത്യ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ എന്ന് ചോദിക്കുന്നു. ഹരി നിനക്കെന്തോ പ്രസന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നെയാണ് എന്ന് രഘു പറയുമ്പോൾ നിത്യ പറയുന്നു, അയ്യോ ഹരി, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്തോ? രഘു ഏട്ടാ, അപ്പോ പ്രസന്റ് അല്ല, ആരാധിക പറഞ്ഞിട്ടാണ്. എനിക്ക് സുജാത രഘുവിനോട് പറയുമ്പോൾ നിത്യ പറയുന്നു, ഒന്ന് ചുമ്മാതിരിക്കമ്മേ, ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തമാശ ആയാലും ഗൗരവം ആയാലും ഇയാള് അത് വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ, അപ്പോൾ സ്വീകരിക്കും. ഹരി ആ സമ്മാനം നിത്യയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ രഘു പെട്ടെന്ന് പറയുന്നു, നിക്ക് ആദ്യം സമ്മാനം എന്താണെന്ന് ഞങ്ങൾക്കും കൂടി അറിയണം, അത് കഴിഞ്ഞിട്ട് മതി കൈമാറ്റം. അതൊന്ന് തുറക്ക് ഹരി, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ എന്ന് സുജാതയും. അങ്ങനെ ഒരു പരിങ്ങലോടെയും ചമ്മലോടെയും ഹരി അത് എടുക്കുകയാണ്. നിത്യയെ കാണിച്ചു കൊടുക്കുന്നു. അതൊരു സാരിയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ 3 പേർക്കും ഇഷ്ടമാകുന്നുണ്ട്. ഇനി കൊടുത്തോളൂ എന്ന് രഘു പറയുമ്പോൾ ഹരി സന്തോഷത്തോടെ നിത്യയ്ക്ക് അത് കൊടുക്കുന്നു. സന്തോഷത്തോടെ നിത്യ അത് വാങ്ങിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിത്യയുടെ കണ്ണുകളിലെ ആ ഒരു നോട്ടം ഹരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ശരവണൻ പറഞ്ഞത്. ശരവണൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഹരി ഓർക്കുകയും ചെയ്യുന്നു. കൊള്ളാമോ എന്നിങ്ങനെ പതിയെ പറയുകയാണ് ഹരി. കൊള്ളാമെന്ന് തലയാട്ടി കാണിക്കുകയാണ് നിത്യയും. എന്നിട്ട് ഒരു നാണത്തോടെ നിത്യ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.